ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആവേശമായി NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മണ്ഡലത്തിലെ NDA ക്യാമ്പ്. വി വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥാനാർത്ഥി വി മുരളീധരനാണ് ഇപ്പോൾ ജൻ ടിവിയുമായി അദ്ദേഹത്തിന്റെ പ്രചരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു തീയതിയും നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമല്ല, പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം. ചെറുത് വലുതൊന്നുമില്ലല്ലോ. അല്ല, നിലവിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ട പ്രചരണം മണ്ഡലത്തിൽ പൂർത്തിയാക്കി എന്ന് വിലയിരുത്താൻ സാധിക്കുന്നുണ്ടോ? ആദ്യഘട്ട പ്രചരണം തുടങ്ങി. അപ്പോൾ 40 ദിവസം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയമാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രതീക്ഷയുണ്ട്, കൂടുതൽ പ്രചരണത്തിലേക്ക് സജീവമാക്കാൻ കഴിയും എന്നൊക്കെ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. എത്രത്തോളം ഒരു ആത്മവിശ്വാസം? നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ നിലവിൽ ഒരു വോട്ട് വിഹിതമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് BJPക്ക് അത്ര ഒരു സ്റ്റാൻഡിങ് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുമോ, പൂർണ്ണ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ? അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് എന്ന് ആണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ 2014-ലും 2019-ലും ഈ മണ്ഡലത്തിലെ വോട്ട് സെയിം ആയിരുന്നില്ല. അപ്പോൾ 2019-ൽ ഇതേ ചോദ്യം അന്നത്തെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചിരുന്നു എന്നിരിക്കട്ടെ. 2014 ഇത്ര ശതമാനമല്ലേ കിട്ടിയുള്ളൂ, അപ്പോൾ 19-ൽ എങ്ങനെയാണ് അതിൽ വർദ്ധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തായിരുന്നു മറുപടി? അതേപോലെയാണ് ഇത്തവണയും. ഈ തവണത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ ഇന്ന ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്തു, അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ തന്നെ വോട്ട് ചെയ്യും എന്നുള്ളതല്ല തീരുമാനം ഉണ്ടാവുക. തീരുമാനം സാഹചര്യങ്ങളെ അനുസരിച്ച്, ആവശ്യകതയനുസരിച്ച്, ആ സമയത്തുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം NDAക്ക് അനുകൂലമാണ്, BJPക്ക് അനുകൂലമാണ്. ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വികസന നേട്ടങ്ങൾ ചർച്ചയാവും. മണ്ഡലത്തിനകത്ത് വേണ്ട രീതിയിലുള്ള വികസനം നടക്കാത്തതും ചർച്ചയാവും. ആ വികസനം നടക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ചർച്ചയാവും. അടൂർ പ്രകാശിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ തവണ നമ്മൾ നോക്കുമ്പോൾ ഒരു MP എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞാൻ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രവർത്തനത്തെ ഈ രീതിയിൽ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാം. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP, ആ MP റോഡ് കൊണ്ടുവന്നു, പാലം കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതാണ്, അതല്ലാതെ MP നടപ്പിലാക്കിയതല്ല എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും. അതൊരു കേന്ദ്ര ഫണ്ടിന്റെ വിഹിതം അത് എല്ലാ MP മാരും ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ചു എന്നല്ലേ വിലയിരുത്താൻ സാധിക്കുക? അത്രേ ഉള്ളൂ. അതിൽ അപ്പുറത്ത് MP-ക്ക് ചെയ്യാൻ പറ്റുന്നത് MP ഫണ്ട് മാത്രമാണ്. അപ്പോൾ അത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു MLA പോലും ഇല്ല, പക്ഷെ BJP പറയുന്നത് താങ്കൾ ഇത്ര സീറ്റ് പിടിക്കും, ഇത്തരത്തിൽ ഉയർന്നു വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യം രാഷ്ട്രീയമായി പറയുമ്പോൾ ഒരു BJP സാധാരണ നടത്തുന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമായി മാത്രം വിലയിരുത്താൻ സാധിക്കുന്നു? നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ BJPക്ക് ആകെ 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 3 സീറ്റിൽ നിന്ന് 77 സീറ്റിലേക്കാണ് ബംഗാൾ എത്തിയത്. ത്രിപുരയിൽ BJP ഒരിക്കൽ പോലും നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാതിരുന്നിടത്താണ് BJP ഭരണത്തിലെത്തിയത്. ഇപ്പോൾ ജനങ്ങൾ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ്. 1977-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇന്ദിരാഗാന്ധി നേരിട്ടപ്പോൾ 30 കൊല്ലക്കാലത്തെ ഭരണ തുടർച്ചക്കാണ് ജനങ്ങൾ അറുതി വരുത്തിയത്. അപ്പോൾ ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനം എടുക്കുന്നത്. ഈ തവണത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഭരണത്തിൽ വരും, ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്, കേരളത്തിൽ ഈ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളതും ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ഈ മാസപ്പടി വിവാദം, മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദം, അങ്ങനെ നിരവധി വിഷയങ്ങൾ പിണറായി സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായ ചർച്ചയാകും. ജനങ്ങൾ അതിനുള്ള ഒരു വിധിയെഴുത്തായിരിക്കും നടത്തുക എന്ന് കരുതുന്നു. കേന്ദ്ര സർക്കാരിന്റെ സൽഭരണവും സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണവും, ഇത് രണ്ടും ജനങ്ങൾ വിലയിരുത്തും. അതനുസരിച്ചിട്ടുള്ള വിധി എഴുത്തുണ്ടാവും.
അപ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. അദ്ദേഹം പ്രചരണത്തിന്റെ ഭാഗമായി വലിയ തിരക്കുകളിലാണ്. ആ തിരക്കുകൾക്ക് ഇടയിലാണ് ജനൻ TV യോട് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചത്.